നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 6 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നെല്ലിക്ക അച്ചാർ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നെല്ലിക്ക തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ അരപ്പുണ്ടാക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി 10 മിനിറ്റ് താഴെ കൊണ്ട് ഈ അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാനായി വളരെ പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും നെല്ലിക്ക അച്ചാർ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഈ രീതി തന്നെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 25 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ ഏകദേശം തൂക്കം പറയുന്ന ഒരു 650 ഗ്രാം നമ്മുടെ നെല്ലിക്ക ഉണ്ടായിരുന്നു. ഇതിനെ നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 തൊട്ട് 6 പീസ് വരെയൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വലിപ്പം അനുസരിച്ച് ആ നെല്ലിക്കയുടെ മേളിൽ ഇങ്ങനെ ഒരു വര പോലെ ഉണ്ടാവുമല്ലോ, ആ വരയ്ക്ക് കൂടെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു നെല്ലിക്ക 6 കഷ്ണം വരെ ആക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് എൻ്റെ കുരു റിമൂവ് ചെയ്ത് കളയാം. പക്ഷേ ഞാൻ കുരു ഒന്നും റിമൂവ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ ആ ഫുള്ള് നെല്ലിക്കയോടെ കട്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇത് 4-6 പീസസ് ആക്കിയിട്ടുള്ള നമ്മുടെ 25 നെല്ലിക്കയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അതൊരു സോസ് പാനിലേക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇത് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊരു അടുപ്പിൽ വെച്ചിട്ട് 5 തൊട്ട് 10 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. ചില നെല്ലിക്ക കുറച്ച് അധികം സമയം തിളപ്പിക്കേണ്ടി വരും. ഞാൻ നെല്ലിക്ക ഒരു 5-6 മിനിറ്റ് കൊണ്ട് എനിക്ക് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നമുക്ക് തിളപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അരിഞ്ഞിട്ട് ഒന്നും അല്ല ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും. അതിനുവേണ്ടി നമ്മൾ തിളപ്പിക്കാൻ സോസ് പാൻ വെച്ചതിന് ശേഷം ഈ 25 നെല്ലിക്കയ്ക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 6 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് അരച്ചിട്ടാണ് ഈ നമ്മുടെ കൂട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. അത് ചേർക്കുമ്പം നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ഫ്ലേവർ വരും. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പിരിയമുളകിൻ്റെ പൊടിയാണ്. ഞാനിവിടെ 25 നെല്ലിക്കയ്ക്ക് 5 ടേബിൾ സ്പൂൺ നിറയുള്ള പിരിയമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ്. കടുക് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് കടുകായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3/4 ടേബിൾ സ്പൂൺ അളവിലുള്ള കടുകും ഒരു 1/2 ടേബിൾ സ്പൂൺ താഴെയുള്ള ഉലുവ, അതായത് ഉലുവയും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കും ഈ ഒരു അളവിൽ. അപ്പം നെല്ലിക്കയുടെ അളവ് കുറവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുന്ന കാര്യം മറന്നു പോകരുത്. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കണം നന്നായിട്ട്. ഇത് അരയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ടല്ല. ഞാനിവിടെ 250 ml ഗ്ലാസ്സിനകത്ത് വിനാഗിരി, വൈറ്റ് വിനാഗിരി എടുത്തിട്ടുണ്ട്. ആ വിനാഗിരി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുക. ആദ്യം പകുതി ഒഴിച്ച് അരച്ച് നോക്കുക. പകുതി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനെന്തായാലും ഫുള്ളായിട്ട് തന്നെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല, വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാവുന്നേ ഉള്ളൂ. എനിക്കിവിടെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇത് അപ്പുറത്ത് ഓൾറെഡി ഇതെല്ലാം വളരെ പെട്ടെന്ന് കഴിയും. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇനി അച്ചാർ അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതവിടെ നെല്ലിക്ക തിളച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാനിവിടെ ഒരു 125 ml വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാം. ഞാൻ എല്ലാ സാധാരണ അച്ചാറിനകത്ത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു അച്ചാറിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തപ്പോഴാണ് കുറച്ചൊരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള കടുകും ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഉലുവയും കടുകും അധികം ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഉലുവയും കടുകൊക്കെ അരച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തു. കറിവേപ്പില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. കറിവേപ്പില എത്ര ചേർത്താലും ടേസ്റ്റാണ്. നന്നായിട്ട് ഇത് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം നമ്മുടെ
സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക തിളയ്ക്കാൻ വെച്ചിരുന്നതിൻ്റെ. അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ഈ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പ് നന്നായിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വരണം. വളരെ പെട്ടെന്ന് തന്നെ മസാലയുടെ പച്ച ടേസ്റ്റ് മാറി കിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് കാര്യങ്ങൾ പുളിയൊക്കെ നോക്കുക. അപ്പോൾ അതെന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിന്നാണെങ്കിൽ വിനാഗിരി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള കായപ്പൊടി അളവ് പറയാനാണ് 25 നെല്ലിക്കയ്ക്ക് 1/4 ടേബിൾ സ്പൂൺ അളവുള്ള കായപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂട് വെള്ളത്തിൽ കിടക്കുന്ന നെല്ലിക്ക അതേപടി നമ്മളൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് കോരി നമ്മുടെ ഈ അരപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം വെള്ളത്തിന് ഓൾറെഡി നല്ല ചൂടുണ്ട്. ആ വെള്ളം നമ്മൾ കളയുന്നില്ല, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ കളയാം. ഇത് ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് അപ്പം തന്നെ ഉപയോഗിക്കാനും പറ്റും. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നെല്ലിക്ക അച്ചാർ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത വെള്ളം ഉണ്ടല്ലോ, നെല്ലിക്ക തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. കാരണം അത് കുരു കിടപ്പുണ്ടാവും. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഗ്രേവി എത്രത്തോളം വേണോ അത്രയും. കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി ഉപ്പോ എന്തെങ്കിലും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇത് ഇപ്പം തന്നെ തണുത്തതിന് ശേഷം അപ്പം തന്നെ ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ്. അപ്പം നെല്ലിക്കാച്ചാർ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കാരണം ഒന്നും അധികം അരിയേണ്ട കാര്യമില്ല മിക്സിക്കകത്ത് അരയ്ക്കുന്നത് കാരണം. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നെല്ലിക്ക തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ അരപ്പുണ്ടാക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി 10 മിനിറ്റ് താഴെ കൊണ്ട് ഈ അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ അച്ചാറിന് എടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ആ അച്ചാർ എടുത്തിരിക്കുന്നത്. ഇതിപ്പം നമ്മളൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തൊട്ട് നോക്കും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലുത്തൊന്നും പോകത്തൊന്നുമില്ല. അത് വളരെ പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് നെല്ലിക്ക അച്ചാർ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഈ രീതി തന്നെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക്